നമസ്കാരം, ഞാൻ സന്തോഷ് രാജശേഖരൻ. ഡെയിലി ന്യൂസ് അറിയേണ്ട വാർത്തകളിലേക്ക് സ്വാഗതം. അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയെ നിർത്താതെ ജി സുധാകരനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തീരുമാനം. കൊടുക്കേണ്ടതെല്ലാം കൊടുത്തിട്ടും പാർട്ടിയോട് തികഞ്ഞ നന്ദികേടാണ് ജി സുധാകരൻ കാട്ടുന്നതെന്ന് CPM നേതാക്കൾ അഭിപ്രായപ്പെട്ടു. പ്രായത്തിന്റെ അങ്ങേയറ്റത്തെത്തിയിട്ടും അവസരങ്ങൾ ആവശ്യത്തിലധികം ലഭിച്ചു കഴിഞ്ഞിട്ടും അധികാരമോഹത്തിൽ തൂങ്ങി എല്ലാ പാർട്ടികളിലെയും വയോധികന്മാർ. പയ്യന്നൂരിൽ മത്സരിക്കുമെന്ന് മുൻ CPM നേതാവും വിമതനുമായ കുഞ്ഞികൃഷ്ണൻ പ്രഖ്യാപിച്ചു. ഇടതുപക്ഷത്തിനെതിരെയല്ല, അഴിമതിക്കെതിരെയാണ് മത്സരമെന്ന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. പാർട്ടി സ്ഥാനാർത്ഥിയും MLAയുമായ മധുസൂദനെതിരെയാണ് കുഞ്ഞികൃഷ്ണന്റെ പോരാട്ടം. CPIയിൽ നിന്ന് പുറത്തുപോയ നാട്ടിക MLA കോൺഗ്രസിൽ അഭയം കിട്ടാതെ BJPയിലേക്ക് പോകുന്നു. ഇന്ന് അംഗത്വമെടുക്കും. കോൺഗ്രസും കൈവിട്ടതോടെ മുകുന്ദൻ BJP സ്ഥാനാർത്ഥിയായി നാട്ടികയിൽ മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇലക്ഷൻ പ്രഖ്യാപിച്ചതോടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ PRD തയ്യാറാക്കിയ മുഖ്യമന്ത്രിയുമായുള്ള ഇന്റർവ്യൂ, സഞ്ജു സാംസണുള്ള സ്വീകരണം എന്നിവ ഉപേക്ഷിച്ചു. തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം മറക്കുമ്പോൾ ആറളത്ത് കാട്ടാന ഭീതിയിൽ ജനം. ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ ആൾക്കാർ വീടിന്റെ മുകളിൽ കയറി ഇരുന്ന് ഉറങ്ങേണ്ട അവസ്ഥയെന്ന് റിപ്പോർട്ട്. മലപ്പുറം ജില്ലയിലൂടെ പോകുന്ന ദേശീയപാതയിലെ ടോൾ പ്ലാസയായ വെട്ടിച്ചിറയിൽ ഏപ്രിൽ 1 മുതൽ ഹെവി വെഹിക്കിളിന് 20 രൂപയും ലൈറ്റ് വെഹിക്കിളിന് 5 രൂപയും 1 മാസത്തെ പാസിന് 10 രൂപയും വീതം അധികമായി വർദ്ധിപ്പിക്കാൻ തീരുമാനം. പഴയ ഫുട്ബോൾ താരം U ഷറഫ് അലി നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ഇതിനായി സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനം ഷറഫ് അലി രാജിവച്ചു. നെടുങ്കണ്ടത്ത് പ്രസംഗം നീണ്ടപ്പോൾ നിർത്താൻ കുറിപ്പ് കൊടുത്ത DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം രമേശ് കൃഷ്ണനെ MM മണി പരസ്യമായി ശകാരിച്ചു. രമേശ് ജനിക്കുന്നതിന് മുമ്പ് ഈ പണി തുടങ്ങിയതാണെന്നും തന്നെ പഠിപ്പിക്കണ്ട എന്നും പറഞ്ഞ് ഏറെ നേരം മണി ശകാരം തുടർന്നു. കിളിമാനൂരിൽ ബൈക്ക് തെന്നി ഓടയിൽ വീണ് സഹോദരങ്ങളായ അഭിയും അഭിഷേകും മരിച്ചു. വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകുകയായിരുന്നു കുട്ടികൾ. ഗാസിയാബാദിൽ 4ാം നിലയിൽ നിന്ന് വീണ് കഴിഞ്ഞ 13 വർഷമായി കോമയിൽ കിടക്കുന്ന ഹരീഷ് റാണയുടെ ദയാമരണത്തിനുള്ള ഒരുക്കങ്ങൾ എയിംസിൽ ആരംഭിച്ചു. 32കാരനായ ഹരീഷ് റാണയ്ക്ക് ദയാവധത്തിന് സുപ്രീം കോടതി അനുമതി നൽകിയിരുന്നു. US കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നൂതന മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചതായി റിപ്പോർട്ട്. 2000 കിലോമീറ്റർ പരിധിയുള്ള മിസൈലിന് നല്ല ഉയരത്തിലെത്തി ദിശ മാറാനുള്ള കഴിവുള്ളതിനാൽ ഡാൻസിംഗ് മിസൈൽ എന്നാണ് അറിയപ്പെടുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ സമയമായില്ലെന്ന് ട്രംപ് ഇന്നും ആവർത്തിച്ചു. പോരാട്ടം ഇനിയും ആഴ്ചകൾ വേണ്ടിവരുമെന്ന് ഇസ്രായേലും പറഞ്ഞു. ഇതിനിടെ 80,800 ടൺ മർബൻ ക്രൂഡ് ഓയിലുമായി ഇന്ത്യൻ കപ്പൽ ജഗ്ലാഡ്കി ഇന്ത്യയിലേക്കുള്ള യാത്രയിലാണ്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ഡ്രോൺ ആക്രമണം വീണ്ടും തുടരുന്നതായി പശ്ചിമേഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അറിയേണ്ട വാർത്തകൾ ഇവിടെ തൽക്കാലം അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.